പിന്നെ നമ്മളെ ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റിങ്ങിൻ്റെ 5ാമത്തെ വീഡിയോ അല്ലേ. അതിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് 2 പ്രോഫിറ്റും 3 ലോസും ഏകദേശം വന്ന്. അതിൽ ഓവറോൾ ലോസ് കൊടുക്കുമ്പോൾ എന്താ പറയുക, ഏകദേശം 2,300 അടുത്ത് ലോസ് വന്ന്. സമയം ഏകദേശം 10-14 ബാക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് എങ്ങനെ നോക്കി നോക്കാം. ഈ ആഴ്ച നല്ലൊരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റി ഇന്നൊരു റേഞ്ച് പോലെയാണ് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. സമയം 10:15 ആയിട്ട് നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ ഹൈ വരുന്ന 24,383.1. ലോ 24,306.5. ഓക്കെ, നമ്മളെ ലെങ്ത്ത് ചെറുതാണ്, ഏകദേശം 77 പോയിൻറ്റിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ചിലപ്പം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യോ അതോ സ്ലോയിലാണ് ആക്ഷൻ വരിക എന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ബാക്കി അപ്ഡേറ്റ് നമ്മൾ ചെയ്യാം. ടൈം 11:12-13 ഏകദേശം നമ്മൾ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് താഴത്തെ സൈഡ് പുട്ട് സൈഡ്. അപ്പോൾ നമ്മൾ പുട്ട് പ്ലാൻ ചെയ്ത് 24,600 P ആണ്. 434 ബൈയിങ് നമ്മൾ ഇട്ടിന്. നമുക്ക് കിട്ടിയിട്ടില്ല. മാർക്കറ്റ് താഴെ വന്ന് 24,293 എത്തി. അപ്പോൾ നോക്കാം നമ്മൾ റേഞ്ചിൽ വരുമെന്ന്. നമ്മൾ ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു ഇത് വരുമ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് ഫേവർ ആവില്ല. അപ്പോൾ അത് കാരണം എന്തായാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻട്രി ഗ്രൈൻഡ് സ്റ്റോപ്പ് ലോസ് ഏകദേശം 30 പോയിൻ്റ് എടുത്തു. അപ്പോൾ അത് കാരണം 200 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പുഷ് എടുത്തിരിക്കുന്നത്. കറൻ്റ്ലി ഇതാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു വാല്യൂ ഏരിയ ഹൈ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാനായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യുമോ എന്ന്. നമ്മൾ ലോസ് വിൽക്കേണ്ട ഏകദേശം 24,334 നമ്മൾ എന്താ പറയുക ലോസ് വിൽക്കേണ്ട ഒരു ഏരിയ പറഞ്ഞാൽ ഏകദേശം 1,000 നമ്മൾ മാർക്കറ്റ് ടോട്ടൽ എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ആയി. സോ നമ്മൾ ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാക്കി ലോവർ സൈഡിലുള്ള ബൈയിങ് കാണാണ്ട് മാർക്കറ്റ് കഴിഞ്ഞാൽ അപ്പർ സൈഡിൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കി വെയിറ്റ് ചെയ്യാം. ഈ സൈഡിൽ എന്താ പറയുക POC കാര്യങ്ങൾ ഓർഡർ ഫ്ലോയിലൊക്കെ താഴെ വരുന്നത് അതൊരു ബൈയിങ് കാണാണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഏകദേശം നല്ല ബൈയിങ് തന്നെ കാണാണ്ട്. അതുവരെ ഉണ്ടായിരുന്ന സെല്ലിങ്ങൊക്കെ മാറി ഏകദേശം ഡെൽറ്റ ഒക്കെ പോസിറ്റീവായി കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സമയം 2:23 നമ്മളെന്താ പറയുക രാവിലത്തെ ഒരു ലോസ് ബുക്ക് ചെയ്തതല്ല, പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. നമ്മളൊരു ട്രേഡ് കൂടി വെയിറ്റ് ചെയ്ത് നിന്നുണ്ടായിരുന്നു. അതായത് ഫെയിൽഡ് ഓപ്ഷൻ പറഞ്ഞിട്ട് ഒരു തിയറി വെച്ചിട്ട് മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ട് നമ്മൾ. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻട്രി ട്രേഡ് ആക്റ്റീവ് അല്ല. അപ്പോൾ ഇനി മൾട്ടിയുടെ എഫ് കിട്ടുമെന്ന് നാളെ നോക്കണം. അപ്പോൾ മാർക്കറ്റ് ടോട്ടലി ഒരു റേഞ്ചാണ്. നമ്മളെ പ്രൊഫൈൽ വെച്ചിട്ട് നോക്കുമ്പോൾ ചാർട്ട് പ്യുവർ എന്താ പറയുക ബാലൻസ്ഡാണ്. അപ്പോൾ നാളെ എന്തായാലും നാളെ മോർണിംഗ് ഒക്കെ അതല്ല ഇപ്പം നമ്മൾ പുറത്ത് പോകാം. അതിൻ്റെ ഇതിന് ശേഷം ട്രേഡ് വരികയാണെങ്കിൽ നാളെ അതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യും. പ്രൊഫൈൽ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ല ബാലൻസ്ഡ് ആയിട്ട് തന്നെ കാണുന്നത് പ്രൊഫൈല്. പിന്നെ എന്താ പറയുക നമ്മളെ ഓർഡർ ഫ്ലോയിൽ ഇതായിരിക്കും ഏകദേശം ബൈയിങ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. രാവിലെ ഉണ്ടാകുന്ന സെല്ലേഴ്സൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബയ്യേഴ്സായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റ് നാളത്തെ വീഡിയോയിൽ ചെയ്യാം.